സൈൻ തീറ്റ, കോസ് തീറ്റ, താൻ തീറ്റ. ഈ തീറ്റയൊക്കെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അലങ്കാരം, വൃത്തം, ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് നേടാനാണ് എന്ന് പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ ശരിക്കും പഠിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഇതിൻ്റെ ആവശ്യം? സാധാരണ സ്കൂളിലാണല്ലോ നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. കാരണം +2 മുതൽ നമുക്ക് നമ്മുടേതായ ചോയ്സ് ഉണ്ട്. പക്ഷേ 10ാം ക്ലാസ് വരെ അങ്ങനെ ചോയ്സ് ഒന്നുമില്ല. നിർബന്ധിത പാഠവിഷയങ്ങളായ സയൻസും മാത്സും ഇംഗ്ലീഷും എല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് അതിനുള്ളിൽ ഇതൊക്കെ എന്തിനാണ് കുത്തിത്തിരിയിരിക്കുന്നത് എന്നൊരു ചോദ്യം ഉണ്ട്. ഇതൊന്നും പഠിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഗുണവും ജീവിതത്തിലുണ്ടായില്ല എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ ഈ ഒരു വാക്ക് എപ്പോഴും വരുന്ന തലമുറയെ അവരെ ഒരു തെറ്റിലേക്കാണ് നയിക്കുന്നത്. അവർക്കൊരു ചിന്തയുണ്ട്, ശരിയാണ് അവരൊക്കെ പറയുന്നു, ഞങ്ങൾക്കും തോന്നുന്നു, ഇതൊക്കെ പഠിച്ചിട്ട് എന്താണ് കാര്യം? ശരിക്കും സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു തേടലാണ്. നിങ്ങൾക്ക് ഏത് വിഷയത്തിലാണ് നിങ്ങൾക്കുള്ള താല്പര്യം, നിങ്ങൾക്കുള്ള അഭിരുചി കണ്ടെത്താനായിട്ടുള്ള ഒരു യാത്രയാണ് സ്കൂൾ ജീവിതം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ താല്പര്യമുള്ള വിഷയങ്ങൾ, നിങ്ങൾക്ക് ടാലൻ്റുള്ള കാര്യങ്ങൾ ഒക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നവും ബേസിക്കായിട്ടുള്ള ഒരു അറിവ്, ചുറ്റും നടക്കുന്നതിനെക്കുറിച്ച് ബേസിക്കായിട്ടുള്ള ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് സ്കൂൾ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ല കൾച്ചർ ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനെ പല വിവിധ ഉദ്ദേശങ്ങളാണ്. ഈ വിഷയങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാത്തിനെക്കുറിച്ചുള്ള, എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബേസിക്കായിട്ടുള്ള ഒരു അടിസ്ഥാന പഠനം സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എല്ലാ കുട്ടികൾക്കും ലഭിക്കണം. പക്ഷേ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കണം. പക്ഷേ മറ്റു ചിലർ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, ഒരു പക്ഷേ ഒരു എഞ്ചിനീയർ ആവാനുള്ള വ്യക്തിയാണിത് കേൾക്കുന്നതെങ്കിൽ, ഒരു എഞ്ചിനീയർ ആവാൻ ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് കേൾക്കുന്നതെങ്കിൽ, ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് അയാൾക്ക് തോന്നിയാൽ അയാൾക്കിതൊരു നഷ്ടമാണ്. കാരണം ഈ സൈൻ, കോസ്, താൻ ഇതൊക്കെ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. ഈ ട്രിഗ്നോമെട്രിയുടെ ഉപയോഗം വരുന്നത് ജോമെട്രി, ഫിസിക്സ് ആൻഡ് എഞ്ചിനീയറിംഗ്, നെക്സ്റ്റ് ആസ്ട്രോണമി, നെക്സ്റ്റ് നാവിഗേഷൻ ആൻഡ് ജിയോഗ്രഫി, ഈ GPS മാപ്പിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ, GPS ഒക്കെ വരുന്നത് ഇതിൻ്റെ കീഴിലാണ്. അതുപോലെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, 3D ഒബ്ജക്റ്റ്, അതുപോലെ ആർക്കിടെക്ചറൽ ആക്ടിവിറ്റീസ്, കൺസ്ട്രക്ഷൻ, നെക്സ്റ്റ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്, പിന്നെ എന്താണ് ഈ ടോൾ ഒബ്ജക്ട്സിൻ്റെയൊക്കെ ഹൈറ്റ് അളക്കാനായിട്ട്, ഇപ്പം മൗണ്ടെയിൻ പോലെയുള്ള കാര്യങ്ങളുടെയൊക്കെ ഹൈറ്റ് അളക്കാനായിട്ട്, അതിൽ ക്ലൈംബ് ചെയ്യാതെ തന്നെ ഹൈറ്റ് അളക്കാനായിട്ടൊക്കെ ഈ ട്രിഗ്നോമെട്രി നമ്മളെ സഹായിക്കും. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എല്ലാവരെയും സഹായിക്കത്തില്ല. ഇപ്പോൾ അലങ്കാരം, വൃത്തമൊക്കെ പഠിച്ചിട്ട് എന്ത് നേടാനാണ് എന്ന് ചോദിക്കുന്നവർക്ക് അതിനുള്ളിൽ ഒരു കവി ഉണ്ടാവും. എല്ലാ വ്യക്തികളും, എല്ലാ കുട്ടികളും യുണീക്കാണ്. ഒരു സ്കൂളിൽ ഒരു എഞ്ചിനീയർ ഉണ്ടാവും, ഡോക്ടർ ഉണ്ടാവും, ടീച്ചർ ഉണ്ടാവും, നല്ലൊരു കവി ഉണ്ടാവും, നല്ലൊരു നടനുണ്ടാവും, നല്ല ഒരുപാട് കഴിവുകളുള്ള ആളുകളുണ്ടാവും, ഒരു തിരക്കഥാകൃത്തുണ്ടാവും. ഡിഗ്രി ലെവലിലൊക്കെ നമുക്ക് മലയാളത്തിൽ തിരക്കഥകളൊക്കെ ചിലപ്പം വരാറുണ്ട്. അക്കൗണ്ടൻറ്റിന് തിരക്കഥയുടെ ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ കുട്ടികളുടെ മുന്നിലേക്ക് എത്തിക്കുകയും അതിൽ നിന്ന് അവരുടെ അഭിരുചി കണ്ടെത്താനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. പക്ഷേ ഇത്തരം ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരിൽ നിന്നുള്ള ഇതൊക്കെ പഠിച്ചിട്ട് എന്താ നേടാനാണ് എന്നൊരു കാര്യം അവരെടുക്കുന്നത് തീർച്ചയായും നെഗറ്റീവായ ഒരു അർത്ഥത്തിലായിരിക്കും. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, കണക്ക് കൂട്ടാൻ മാത്രം പഠിച്ചാൽ മതി, വായിക്കാൻ പഠിച്ചാൽ മതി എന്ന ഒരു ചിന്തയിലേക്ക് ചുരുങ്ങാനും അവരുടെ ടാലൻറ്റുകളെ കണ്ടെത്താൻ അവർക്ക് സാധിക്കാതെ പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഒരു തമാശ രൂപേണ നമുക്ക് അവതരിപ്പിക്കാം എന്നുള്ളതല്ലാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നതിൻ്റെ മാക്സിമം നിങ്ങൾ പഠിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയം വിദ്യാഭ്യാസത്തെ മാത്രം ആശ്രയിച്ചാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പലരുടെയും ജീവിത വിജയം വിദ്യാഭ്യാസത്തെ മാത്രം ആശ്രയിച്ചല്ല, പക്ഷേ ചിലരുടെയെങ്കിലും ജീവിതത്തിൻ്റെ പുരോഗതി വിദ്യാഭ്യാസത്തെ മാത്രം ആശ്രയിച്ചാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് കഴിയുന്നത്ര നന്നായിട്ട്
നമുക്ക് കിട്ടുന്ന വിഷയങ്ങളെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും, അധ്യാപകരോട് ചോദിച്ച് സംശയ നിവാരണം നടത്തുവാനും, സുഹൃത്തുക്കളോട് ചോദിച്ച് സംശയ നിവാരണം നടത്തുവാനും, ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയുവാനായിട്ടും പഠിക്കുവാനായിട്ടും ശ്രമിക്കുക. നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. അതിനപ്പുറത്തുള്ളത് വിട്ടേക്കുക. ഈ ഒരു വർഷം നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പുതിയ ആർജവത്തോടുകൂടി പഠിക്കുവാൻ സാധിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. ബൈ ബൈ.